നക്സലൈറ്റുകളെ തുരത്തുന്നതിനായി നമ്മുടെ രാജ്യത്ത് അമിത്ഷാ നടത്തുന്ന പല പ്രസ്താവനകളും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പല ഓപ്പറേഷനുകളും നമുക്കറിയാം. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നക്സലൈറ്റുകളെ തുരത്തുന്നതിനായി ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന ഇപ്പോൾ ഒരു പ്രധാന ഓപ്പറേഷൻ നടത്തി വരികയാണ്. അത് 2026 ത്വരിതഗതിയിലായിരിക്കുകയാണ്. കാരണം 2026 നക്സലിസം പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നാണ് പറയുന്നത്. ഹിദ്മ എന്ന് പറയുന്ന നക്സലുകളിലെ ഏറ്റവും വലിയ ഭീകരനെ 2022 വധിച്ചിരുന്നു. ഈ ഹിദ്മയുടെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിയ ഒരു കൂട്ടം ജെൻസികളെ പിടിച്ച് അകത്തിടുകയും ചെയ്തിരുന്നു. അത് 2025 നടന്നത്. ഇപ്പോൾ ഇതാ ഈ 2026 പുതുവർഷത്തിലും സുരക്ഷാ സേനയ്ക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിജയം ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ മറ്റൊരു ഓപ്പറേഷനിൽ 14 നക്സലുകളെയാണ് ഇപ്പോൾ സുരക്ഷാ സേന കൊന്നുതള്ളിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ നക്സൽ ബാധിതരായ ബീജാപൂർ, സുക്മ ജില്ലകളിലാണ് ഈ ഏറ്റുമുട്ടലുകൾ നടത്തിയത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ട 14 നക്സലൈറ്റുകളിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 12 പേർ സുക്മ ജില്ലയിൽ കൊല്ലപ്പെട്ടു. അതേസമയം 2 നക്സലൈറ്റുകളുടെ മൃതദേഹങ്ങൾ ബീജാപൂരിലെ വനങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് സേനയായിട്ടുള്ള ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 2025 ഛത്തീസ്ഗഡിൽ ആകെ 285 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. 2026 മാർച്ചിൽ 31 രാജ്യം നക്സലിസത്തിൽ നിന്ന് മുക്തമാകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഈ സമയപരിധി അടുക്കുമ്പോൾ സുരക്ഷാ സേന അവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. സുരക്ഷാ സേനയുടെ നടപടികൾ നക്സലൈറ്റുകൾക്കിടയിൽ മരണഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ കീഴടങ്ങാൻ തുടങ്ങിയത്. അടുത്തിടെ കൊല്ലപ്പെട്ട നക്സലൈറ്റ് നേതാവി മാധ്വി ഹിദ്മയുടെ അടുത്ത സഹായിയായി കണക്കാക്കിയിരുന്ന ബർസാദേവ കീഴടങ്ങി. തെലങ്കാനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ബർസാദേവയ്ക്ക് പോലീസ് ഭരണകൂടം 1 കോടിയിലധികം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. ബർസാദേവ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ 19 കൂട്ടാളികളോടൊപ്പം ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് വന്ന് കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കീഴടങ്ങുന്നതിനിടെ 48 LMG-കളും 20 ലക്ഷം രൂപയും കണ്ടെടുത്തു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ പൂർവതി ഗ്രാമത്തിലെ താമസക്കാരനാണ് ബർസാദേവ. 1-ാം ബറ്റാലിയന്റെ തലവനായും ഇയാളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ക്വാഡ്രനിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നക്സലിസത്തിൽ ആദ്യത്തെ വിജയം നമ്മുടെ സുരക്ഷാ സേനകൾക്ക് ഈ വർഷം തുടക്കത്തിൽ തന്നെ ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.